ബൈനോക്ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഭൂതക്കുഴി എന്നാണ് പേരിട്ടേക്കണം കേട്ടോ. ഇത് തിരുവല്ലയാണ്. ഇതൊരു പഴയ കരിങ്കൽ കോറിയാണ്. നല്ല ഹൃദയത്തിൻ്റെ ഷേപ്പ് വെള്ളം കിടക്കുന്ന നോക്കി അവിടെ കിടക്കണേ. ഇത് കരിങ്കൽ ഇപ്പോൾ അവിടെ പൊട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു 2.5 മീറ്റർ വീതിയേ ഉള്ളൂ. അതങ്ങനെ അപ്പർ സൈഡിലോട്ട് വരെ ഇറങ്ങിപ്പോകും. കാരണം ധൈര്യത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഒത്തിരി ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. 2 സൈഡിലും വെള്ളം കിടക്കുന്നു. 2 സൈഡിൽ ഏകദേശം 100 അടി താഴ്ചയിലാണ് കിടക്കണേ. 100 മീറ്റർ താഴ്ചയിലാണ് കിടക്കണേ. 100 മീറ്റർ താഴ്ച കിടക്കുന്ന ആ വെള്ളം തന്നെയുണ്ട് 300 അടിക്ക് മേളിൽ വെള്ളം കിടപ്പണമെന്ന് പറയും. അപ്പോൾ നോർത്ത് എന്നെ ആഴമായിരിക്കുന്നു. എന്നെ മനോഹരമായ സ്ഥലമാണെന്ന് നോക്കി കണ്ടോ. കണ്ട പേടി വരും. കാല് പറിച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ തിരുവല്ലയിലാണ് സ്ഥലം. ഭൂതക്കുഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണിച്ചു തരും. പോകണം, കാണണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അതിനകത്ത് നിറച്ച് പുള്ളിവാകയുണ്ട്. എന്ത് പുള്ളിവാകയാണ് കേട്ടോ. നല്ല മുഴുത്ത പുള്ളിവാക. പിന്നെ നമ്മൾ മേളിൽ ചൂണ്ടയിട്ടുണ്ടല്ലോ, അവൻ ആ താഴെ പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ ചൂണ്ടക്കാരനടക്കം താഴത്തെ വെള്ളത്തിനകത്ത് കിടക്കും. ഇത് കേട്ടോ, ഇത്രയും വീതിയുള്ളൂ. അതുപോലെ എന്തുവാ പറയുന്നത്, പാമ്പമ്പാനം പോലെ ഉണ്ട്. പാമ്പമ്പാനം പോലെ കാലും കൈയും പറിച്ചിട്ട് നിൽക്കാൻ പാടില്ല. ഇത് ചുറ്റുവട്ടമുണ്ട്, അമ്പലമുണ്ട്, പള്ളിയുണ്ട്. നല്ല പൊക്കത്തായി പ്രദേശം. നല്ല ഭംഗിയാണ് കാണാൻ. മൊത്തം പച്ച വിരിച്ച് പാടം കുറേ ദൂരമൊക്കെ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ പാടമൊക്കെ കാണാം. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ തപ്പി ഞങ്ങളിങ്ങനെ തിരുവല്ല, നമ്മുടെ ഒരു ചേട്ടനും നമ്മുടെ ഒരു ഫാമിലി ഉണ്ട് അവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ട്, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മഴയും പെയ്തു. തെറ്റൽ കാരണം അങ്ങോട്ട് കയറത്തൂല. അതുകൊണ്ട് പോകുന്ന ആൾക്കാർ വളരെ സൂക്ഷിച്ചേ പാടുള്ളൂ. അവിടെ ഒന്നും ഉണ്ടാക്കി വെക്കല്. വളരെ പയ്യെ ആരും കയ്യെ നിന്ന് പിടിച്ചുകൊണ്ട് പോലും ഓരോരുത്തർ തന്നെ പോകുമ്പോൾ കയ്യെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്ന സ്ഥലം ഇത് കണ്ടോ. കണ്ടല്ലോ, ഈ വീതിയുള്ള പാറയ്ക്ക് ഈ പാറ 2 സൈഡ് ഒരു പൊട്ടിച്ചെടുത്തേക്കുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയെങ്കിലും പറയണ്ടേ, അതുകൊണ്ടത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ അടുത്തൊരു ഗുഹാക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു, പഴയത്, ഭയങ്കര പഴയത്. നമുക്ക് അവിടെ കൊണ്ടൊന്ന് പോവാം. അങ്ങോട്ട് പോവാം. ഇത് കണ്ടല്ലോ, പച്ച വിരിച്ച പാടത്തുനിന്ന് പൊട്ടിച്ചെന്ന് തുറന്നു വെച്ചേക്കുന്ന പാറ കാണാൻ പോകണം. ഗുഹാക്ഷേത്രം ആ പാറക്കടിയിലാണെന്ന് പറഞ്ഞു കേട്ടോ. അത് കവിയൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. ഇവിടെ ഒരു കവിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു വലിയ ക്ഷേത്രമുണ്ട് നമ്മൾ വരുന്ന വഴിക്ക്. ഇത് അതിൻ്റെ കീഴിലാണെന്നാണ് പറഞ്ഞത്. ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് വേറെ അവിടെ വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. നമുക്കവിടെ ചെന്ന് നോക്കാം. അവർ പറഞ്ഞ് നല്ല മനോഹരമായതാണെന്നാണ് പറഞ്ഞത്. മഴ നമ്മുടെ പുറകെ കൂടിയിട്ടുണ്ട്. നമ്മൾ എവിടെ വീഡിയോ എടുക്കാൻ ചെന്നാലും മഴ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ അടുത്തിടയ്ക്ക് എല്ലാ വീഡിയോയിലും മഴയാണ്. തൃക്കക്കൊടി ഗുഹാക്ഷേത്രമാണ് എഴുതിയേക്കണേ. ഇത് കവിയൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ തിരുവല്ല നടയൊക്കെ ഇട്ടിട്ടുണ്ട്. നടയൊക്കെ നല്ല തെറ്റലാണ്. വളരെ സൂക്ഷിച്ച് കയറാവുള്ളൂ. മഴ ഞങ്ങൾ വന്നപ്പോൾ മഴയാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടാണ് കയറിയത്. ഇതുണ്ടോ, കേരള സർക്കാർ പുരാവസ്തു വകുപ്പ്. ചെറിയ മഴവെള്ളം ആ പാറയിൽ നിന്ന് ഒഴുകി വീഴുന്ന വെള്ളം കേട്ടോ. ഇത് കേട്ടോ, ഇത് പാറ തുറന്നേക്ക് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ നിർമ്മിച്ച് അടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് പാറ തുറന്ന് നിർമ്മിച്ചേക്കാണ്. ഈ പാറ തുറന്നെടുത്തേക്കാണ്. നമുക്കങ്ങോട്ട് കയറാം. അതിനകത്തൊരു വിളക്കൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് രാവിലെ പൂജ ഉണ്ടെന്ന് തോന്നുന്നു. നട്ടുക്കൊരു നല്ല അടിപൊളി ഒരു ഭയങ്കര ശിവലിംഗ പ്രതിഷ്ഠയാണ്. അങ്ങനെ കാണാം. കയറി എടുക്കുന്ന മോശമല്ലേ. വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് ചെറുതായിട്ട് എന്തായാലും നമുക്ക് നോക്കാം. ഇത് കേട്ടോ, വിളക്കൊക്കെ കാണാം കണ്ടോ. അതിൻ്റെ ഇതുണ്ട്, ഇതെല്ലാം പാറ തുറന്ന് വെച്ചേക്കുന്ന കേട്ടോ. പാറയെ തുറന്ന് പണിതേക്കുന്നത്. അത് വേറെ വിഗ്രഹങ്ങളല്ല, പാറ തന്നെ പണിതേക്കുന്നത്. ആ സൈഡിൽ ഹനുമാനുണ്ട്, ഗണപതിയുണ്ട്. ഇതിലെത്ര വർഷങ്ങളോ കാലങ്ങളോ അങ്ങനെ ചെയ്യുന്നു. നമ്മുടെ എല്ലോറ ഗുഹാക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് പാറ തുറന്ന് പോയിട്ടില്ലേ, പോയിട്ടില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ ഒരു നിർമ്മിതി കേട്ടോ. ആ നടയും ആ നടക്കല്ലും ഒന്നും കാണത്തില്ല. ഇച്ചിരി അവർക്കോട് വേറെ ഇതിലിരുന്നു ഒന്നും കാണുന്നില്ല. ഫ്രണ്ടിൽ ഒരു വിളക്ക് എത്തിക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ. അത്ര മാത്രമേ കാണത്തില്ല. മഴ തകർക്കുക. ഈ പാറയുടെ ഇതാണ് ഇതിനെ പഞ്ചപാണ്ഡവൻ പാറ അങ്ങനെ കണ്ട പേര്. ഒരു കുഞ്ഞു കുളം കെട്ടിട്ടേക്കുന്നുണ്ട്. ആ പാറയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം. ഈ പഞ്ചപാണ്ഡവൻ പാറ എന്ന് പറഞ്ഞ സ്ഥലമായത്. ഇത് നമ്മൾ കണ്ട അമ്പലത്തിൻ്റെ ഒരു ഭാഗം ആണത്. ഒരു ഭാഗം, അതായത് ഈ പാറയുടെ അപ്പുറ സൈഡ്. ഇപ്പോൾ നമ്മളങ്ങോട്ട് ആ പാറ കയറുന്നുണ്ട്. ആ പാറയുടെ അപ്പുറ സൈഡിലാണ് ആ ഗുഹാക്ഷേത്രം ഉള്ളത്. വലിയ ഗമണ്ടം പാലം, ആനയമണ്ടം പാറ. ഇവിടെ മഴയാണ്. ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. ചെരുപ്പ് നന്നായിട്ട് തെറ്റുന്നുണ്ട്. ചെരുപ്പൊക്കെ താഴെ ഊരിയിട്ടുണ്ട് കേട്ടോ. ചെറിയ പാറയൊന്നുമല്ല കേട്ടോ, നല്ല വീതിയുള്ള പാറയാണ്. അടിപൊളി പാറ. അവിടെ ആ പാറയുടെ ഈ മരം നിൽക്കുന്നതാണ്. അവിടെ ഒരു വലിയ മരം നിൽക്കുന്നതാണെന്നല്ലോ. ആ മരത്തിന് തൊട്ട് താഴെയാണ്
ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ മരത്തിന് തൊട്ട് താഴെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആ ഒഴി വരുന്ന വെള്ളച്ചാട്ടമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ഇവിടെ ഇതുവഴി കയറി വരത്തില്ല. അമ്പലത്തിൻ്റെ അവിടുന്ന് തിരിച്ച് നമ്മൾ വന്ന വഴി ഈ വഴി ഈ വെള്ള ബിൽഡിംഗ് കാണുന്ന വഴി പുറകോട്ടോടി അവിടുന്ന് 1 കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വണ്ടി ഇവിടെ കയറി വരത്തുള്ളൂ കേട്ടോ. ആരെങ്കിലുമൊക്കെ ആ വഴി യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ ഇത്രയും മനോഹരമായിട്ട് പണിതേക്കുന്ന ഒരു ഗുഹാക്ഷേത്രം ഉണ്ടെന്ന് എല്ലാവരും ഓർത്ത് വെച്ചോണം. പോകുന്ന വഴി എല്ലാവരും ഒന്ന് കയറി കാണുക കേട്ടോ. ഇത്രയും ഭംഗിക്ക് പണ്ട് കാലത്ത് ഈ കല്ലൊക്കെ തുറന്ന് ഇതുപോലെ പണിതേക്കണില്ലേ. നമ്മളിപ്പോൾ എല്ലാം കോൺക്രീറ്റിലൊക്കെ പള്ളി പണിതേക്കണേ. അതായത് ആ പാറ ഒന്ന് തുരന്ന് കളഞ്ഞ് അതിൽ തന്നെ വാതിലും പണിത് അതിൽ തന്നെ വിഗ്രഹം അതിൽ തന്നെ പണിതേക്കുന്നതായിരിക്കും. പക്ഷെ അത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും പുരാവസ്തു വകുപ്പ് അങ്ങോട്ട് വലിയ നടപടിക്രമം ഉണ്ടാക്കാത്ത. ഇത് ആ പാറപ്പുറത്ത് വരുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ വഴിയാട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം വരാൻ. ജന്തുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാവും. നമ്മൾ പോയിട്ട് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ടൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും